പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിവാദ ഡോക്ടർ അനിൽ മുഹമ്മദ് ഇപ്പോൾ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സബ്ജക്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫുമായി ബന്ധപ്പെട്ട് വളരെ ആധികാരികമായ പല രേഖകളും വെച്ചുകൊണ്ട് തന്നെ ഞാനൊരു വിഷയം സംസാരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു മറുപടി എന്ന നിലയിൽ ഡോക്ടർ ഇപ്പോൾ പുതിയ വീഡിയോ ചെയ്തിരിക്കുകയാണ്. ഈ ഡോക്ടർ എനിക്ക് മറുപടി എന്ന പേരിൽ ഒരു 5-6 മിനിറ്റ് സമയം സംസാരിച്ചെങ്കിലും വിഷയവുമായി യാതൊരു ബന്ധവുമില്ല. എല്ലാം അസൂയയും കുശുമ്പും കുറുമ്പുമായിരുന്നു. അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ ഞാൻ സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫുമായി ബന്ധപ്പെട്ട ആധികാരികമായ പല രേഖകളും ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഞാനൊരു വിഷയം സംസാരിച്ചിരുന്നു. പക്ഷെ അതിന് മറുപടി എന്ന പേരിൽ ഡോക്ടർ പലതും സംസാരിച്ചു. നിങ്ങൾക്ക് ഒരു തെളിവോ ഒരു രേഖയോ ഒന്നുമില്ല. നേരെ മറിച്ച് അദ്ദേഹം ഒരുപാട് കാലമായി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് റഫീഖ് സലഫിയും അതുപോലെ വേറെ ചില മുജാഹിദുകളും എനിക്ക് ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞത്. ഈ മുജാഹിദിന്റെ മറുപടി കേട്ട് അയാള് ശരിക്കും തെറ്റിദ്ധരിച്ചു പോയതാ. അതിനെക്കുറിച്ച് എനിക്ക് പ്രതികരിക്കാൻ ഒന്നും ഉണ്ടാവില്ല എന്ന് അദ്ദേഹം വിചാരിച്ചു. ഞാൻ താങ്കളോട് ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ ഇന്ന് റഫീഖ് സലഫിക്ക് അതിന് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. താങ്കൾ അതൊന്ന് കേൾക്കുന്നത് നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ വീഡിയോയിലുള്ള പ്രധാനപ്പെട്ട വിഷയം, എനിക്കൊന്നും മറുപടി പറയാൻ ആ വീഡിയോയിൽ ഒന്നുമില്ല. കാരണം അദ്ദേഹം ഒന്നും സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് അസൂയ മാത്രമാണ്. കുറുമ്പ്, കുശുമ്പ്, അസൂയ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കുത്തി നിറക്കപ്പെട്ട ഒരു മനസ്സാണ് എന്ന് ഇപ്പോഴാണ് ഡോക്ടറെ കുറിച്ച് അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ അങ്ങനെ വിചാരിക്കാനുള്ള പല കാര്യങ്ങളും ഈ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വലിയൊരു പരാതി, യൂട്യൂബിൽ അദ്ദേഹത്തിന് സ്വന്തമായി വലിയൊരു സാമ്രാജ്യം പണിയണമെന്നാണ്. ഈ ഉസ്താദുമാരൊക്കെ ഇപ്പൊ യൂട്യൂബിലേക്ക് കയറി വരുന്നു. അദ്ദേഹത്തിന്റെ വരുമാനം കുറഞ്ഞു പോകുമോ എന്ന വലിയൊരു ആശങ്കയാണ്. ഒരു പക്ഷിയുണ്ട്, ആ പക്ഷി കാല് മുകളിലേക്ക് ആക്കിയിട്ടാണ് ഉറങ്ങാറുള്ളത് എന്ന് പറയാറുണ്ട്. കാരണം ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന പേടിയാണ്. അപ്പൊ എന്ന പോലെ നമ്മുടെ ഡോക്ടറുടെ പേടി, എല്ലാവരും യൂട്യൂബിൽ കയറി വന്നാൽ അദ്ദേഹത്തിന്റെ വരുമാനം കുറഞ്ഞു പോകുമോ എന്നൊക്കെയാണ്. അതിന്റെ പേരിലുള്ള നിരാശയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു അസൂയയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും ഡോക്ടറോട് പറയാനുള്ളത്, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട്, പ്രത്യേകിച്ച് നിങ്ങളൊരു സോഷ്യൽ വർക്ക് എന്ന വിഷയത്തിലാണ് നിങ്ങൾ ഡോക്ടറേറ്റ് ചെയ്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ ഡോക്ടർ എന്ന പേര് വെച്ച് ഈ കുശുമ്പും അസൂയയും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറയുമ്പോൾ ആ ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞതിന്റെ ഒരു മഹത്വം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ അതിന്റെ ഒരു മഹത്വം ഇല്ലാതായി പോകുന്നുണ്ടോ എന്ന് ആലോചിക്കുകയാണ്. ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരും ഒരുപാട് ഡോക്ടർമാരും ഒരുപാട് ഡോക്ടറേറ്റ് എടുത്ത ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടപെടാറുണ്ട് ഡോക്ടറെ. പക്ഷെ താങ്കളെ പോലെ ഈ ഉസ്താദുമാരോടൊക്കെ കുശുമ്പും അസൂയയും വെച്ച് നടക്കുന്ന ഒരു ഡോക്ടറും ഈ വിഷയത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ മാറ്റേണ്ടത് നിങ്ങളുടെ മനസ്സിനെയാണ് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ട്. എന്റെ വീഡിയോകൾ അദ്ദേഹം കൃത്യമായി വീക്ഷിക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അതിൽ നിന്ന് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഞാൻ ഉപയോഗിക്കുന്ന കോട്ട്, രണ്ടാമത്തേത് എന്റെ സ്റ്റുഡിയോ, മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് ഞാൻ ഇടക്കൊക്കെ ശാസ്ത്രം പറയുമെന്നാണ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. നിങ്ങൾ കേട്ടു നോക്കൂ. തടിയറുക്കുന്ന മില്ലിൽ തടിയറുക്കാൻ നിൽക്കുന്നവർ ഇട്ടിരിക്കുന്ന കോട്ട് പോലെയുള്ള ഒരു സാധനവും തൂക്കി ഇട്ടുകൊണ്ടിരുന്ന് പുള്ളി പലപ്പോഴും പലതിനും മറുപടി പറഞ്ഞുകൊണ്ട് ശാസ്ത്രവും അല്ലെങ്കിൽ കണ്ടെത്തലുകളെക്കുറിച്ചുമൊക്കെ പല സംഗതികളും പറഞ്ഞ് വലിയ ശാസ്ത്രജ്ഞന്റെ മേനിയൊക്കെ ചമഞ്ഞിട്ടുണ്ട്. കേട്ടല്ലോ, ഇതൊക്കെയാണ് ഇയാളുടെ പ്രശ്നം. പിന്നെ അദ്ദേഹം പറയുന്നു, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയാണ്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറും വെച്ച് കളിക്കുകയാണ്, അത് വെച്ചിട്ടാണ് നിങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. താങ്കളോട് ഞാൻ മാന്യമായി പറയുകയാണ്, ഞാൻ ആ പറഞ്ഞ വിഷയത്തിന് രേഖസഹിതമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഞാൻ അതിന് നൽകിയിട്ടുള്ള മറുപടി അതും കൂടെ താങ്കൾ കേൾക്കേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ ആർക്കും കിട്ടാത്ത ഒരു വാർത്ത എനിക്ക് ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ് എന്ന്. അതുകൊണ്ട് പ്രവാചകന്റെ ഖബർ എടുത്തുകൊണ്ട് പോകാനുള്ള പദ്ധതി ഇയാൾക്ക് ശൂന്യാകാശത്ത് നിന്ന് പോസ്റ്റിലായി അയച്ചു കൊടുത്തു. ലോകത്തെ ഒരു മുസ്ലിം പണ്ഡിതന്മാർക്കും ലഭിക്കാത്ത, വേറെ ആരും അറിഞ്ഞിട്ടില്ലാത്ത ഒരു കണ്ടെത്തൽ വളരെ ബ്രേക്കിംഗ് ന്യൂസായി അദ്ദേഹത്തിന്റെ ചാനൽ പുറത്തുവിട്ടു. നിങ്ങൾക്ക് ഈ ഡോക്ടറേറ്റ് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്റെ വീഡിയോ കണ്ടിരുന്നു. അതിൽ ഞാൻ പ്രധാനപ്പെട്ട, വേൾഡിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട 2 പത്രങ്ങൾ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. പറയുക മാത്രമല്ല, ആ വാർത്ത അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറെ. നിങ്ങളത് ശ്രദ്ധിച്ചില്ല. മാത്രമല്ല, പ്രധാനപ്പെട്ട അറബി ന്യൂസുകളും ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇത് ആരും അറിയാത്തൊരു കാര്യമല്ല. ഈ ഒരു റിപ്പോർട്ടിന്റെ പേരിൽ ലോകത്തുള്ള അറബ് രാഷ്ട്രങ്ങളിൽ
പല മേഖലകളിൽ നിന്നും അതിനെതിരെയുള്ള പ്രതിഷേധം വന്നിട്ടുണ്ട്. നിങ്ങൾ അറിയാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? നിങ്ങൾക്ക് ലോകത്തെക്കുറിച്ചൊക്കെ ഞാൻ അറിയാത്തതൊന്നും ഉണ്ടാകാൻ പാടില്ല, സംഭവിച്ചിട്ടില്ല എന്നൊക്കെ കരുതുന്ന ഈ പറഞ്ഞ ചെറിയ മനസ്സാണ് താങ്കളുടേത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. താങ്കൾക്കൊരു മാന്യതയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പാവപ്പെട്ട ഈ സഖാഫി 1-2 ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് കാര്യം സമർത്ഥിച്ചിരുന്നത്. പിന്നെ അറബി പത്രങ്ങളും. താങ്കൾക്ക് അറബി വശമില്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. താങ്കൾ ഒരു ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത ആളാണ് എന്ന് ഇടക്കൊക്കെ പറഞ്ഞ് രസിക്കാറുണ്ടല്ലോ. പക്ഷെ അത് ഈ ശ്രോതാക്കളുടെ മുന്നിൽ ഒന്ന് കാണിച്ചു കൊടുക്കാമായിരുന്നു. സഖാഫി ഒരു 2 ഇംഗ്ലീഷ് പത്രം കൊണ്ടുവന്നപ്പോ ഒരു 4 ഇംഗ്ലീഷ് പത്രം വെച്ചുകൊണ്ടെങ്കിലും അത് ശരിയല്ല, സഖാഫി പറഞ്ഞ വാദം തെറ്റാണ് എന്ന് താങ്കൾ സമർത്ഥിക്കുകയായിരുന്നുവെങ്കിൽ മാന്യത ഉണ്ടായിരുന്നു ഡോക്ടറെ. നിങ്ങളൊരു 10 മിനിറ്റോളം സംസാരിച്ചതിൽ ഒരു രേഖ പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം, ഒരു പോയിന്റ് അതിൽ സംസാരിച്ചിട്ടുണ്ടോ? വെറും അസൂയയും കുശുമ്പും അല്ലാതെ. അപ്പോ നിങ്ങൾ ഈ സംസാരത്തിന്റെ ലക്ഷ്യം വളരെ കൃത്യമാണ്, ഏത് കേൾക്കുന്ന ആളുകൾക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് താങ്കൾ ഈ ഉസ്താദുമാരെയൊക്കെ ഇടക്ക് മോശമാക്കി ഇങ്ങനെ സംസാരിക്കാറുണ്ടല്ലോ. പക്ഷെ അത് മോശമാണെന്ന് വരുത്തി തീർക്കാൻ താങ്കൾ നമ്മൾ ഉദ്ധരിച്ച ഈ പത്രങ്ങളൊക്കെ ഒന്ന് ക്രോസ് ചെയ്ത് സമൂഹത്തിന് മുന്നിൽ ഒന്ന് മാന്യനാകാൻ നോക്കേണ്ടിയിരുന്നു. പക്ഷെ അതിനൊന്നും സാധിച്ചിട്ടില്ല. നിങ്ങൾ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്ത് നിങ്ങൾ ഈ സമൂഹത്തിന് മുന്നിൽ ഇളിമ്പ്യനാവുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ആ വീഡിയോയിൽ സത്യം പറഞ്ഞാൽ ചിരിയില്ല. മാത്രമല്ല ഒരു കണ്ണാടിയുടെ മുന്നിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ പ്രസന്നതയൊന്നും അവിടെ കാണുമായിരുന്നില്ല. കാരണം അസൂയയുള്ള മുഖത്ത് അത്രയൊക്കെ തിളക്കമുണ്ടാവുകയുള്ളൂ എന്ന് നമുക്കറിയാം. താങ്കളുടെ ആ കുടിസായ ആ അസൂയയുടെ മനസ്സ് മാറ്റിവെച്ച് എല്ലാവരെ കുറിച്ചും നല്ലത് ചിന്തിക്കാനും തുറന്ന് മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്ന ഒരു നല്ല മനസ്സുണ്ടാകാൻ വേണ്ടി താങ്കൾ പ്രയത്നിക്കണം. പക്ഷെ ഒരു മല തന്നെ മാറിയാലും ഒരാളുടെ സ്വഭാവം മാറിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. സംഗതി കുറച്ച് പാടാണെങ്കിലും കുറച്ച് ദീർഘകാലമെങ്കിലും ഒക്കെ അതിനുവേണ്ടി ഒരു ട്രൈ ചെയ്ത് നിങ്ങളുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറെ നന്നാകും. ഇനിയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷയത്തിൽ മറുപടിയുമായി വരുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് താങ്കൾ പരാമർശിക്കാൻ മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും താങ്കളുടെ കാര്യം വലിയ ദയനീയം തന്നെയാണ്. താങ്കൾ എന്തിനായിരുന്നു ഈ ഒരു വീഡിയോ ഇറക്കിയത്? സത്യം പറഞ്ഞാൽ ഈ ഒരു വ്യക്തി, ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രം ലക്ഷ്യം വെച്ച് ഇറക്കിയതാണോ? അതിന് മാത്രമൊന്നും ഈ പാവപ്പെട്ട ഞാനില്ല ഡോക്ടറെ. ഞാനൊരു വലിയ ആളല്ല, ഞാനൊരു പാവപ്പെട്ട ഒരു സാധുവായ ഒരു മനുഷ്യനാണ്. പക്ഷെ എനിക്കറിയാവുന്ന പലതും ഞാൻ പലർക്കും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ സുന്നത്ത് ജമാഅത്തിനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാനും അതിനെ വിമർശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് മറുപടി പറയുകയും ആളുകൾക്ക് നിജസ്ഥിതി മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക എന്നതൊക്കെയാണ് നമ്മുടെയൊക്കെ ഉദ്ദേശം. മറ്റുള്ള ആളുകൾ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കുന്നുണ്ടോ എന്ന ചിന്തയാണ് താങ്കൾക്കുള്ളത്. ഡോക്ടറെ, ആ സാധുക്കളായ ഉസ്താദുമാരോ മറ്റുള്ള ആളുകളോ അവരൊക്കെ സമ്പാദിച്ചോട്ടെ, അതുകൊണ്ട് നിങ്ങളുടേതൊന്നും കുറയുകയില്ല. ഇതാണ് നിങ്ങളുടെ അസൂയ എന്ന് പറയുന്നത്. നിങ്ങൾ ഇഷ്ടം പോലെ വാരിക്കൂട്ടുന്നുണ്ടല്ലോ. എന്നാൽ ഞങ്ങൾ ഈ ഉസ്താദുമാരായ ഞങ്ങളെല്ലാം ഇത് ഓഫാക്കി വെക്കാം. നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബിലൂടെ സമ്പാദിക്കുന്നത് നിർത്തിവെക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങളെല്ലാവരും നിർത്തിവെക്കാൻ തയ്യാറാണെന്ന് ഒരു വെല്ലുവിളി എന്ന നിലയിൽ ഡോക്ടറോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. താങ്കൾ ഇത് ഏറ്റെടുക്കണം, മാന്യമായി ഏറ്റെടുക്കണം. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കുശുമ്പും കുറുമ്പും ഒന്നും പറഞ്ഞ് ഈ പൊതുസമൂഹത്തിൽ ഇറങ്ങി വരരുതെന്ന് താങ്കളോട് വിനയത്തോടെ മാന്യതയോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അധികം എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം നിങ്ങൾ എനിക്ക് മറുപടി എന്ന പേരിൽ ഒരു വീഡിയോ ചെയ്തെങ്കിലും നിങ്ങൾ വ്യക്തിയെ തേജോവധം ചെയ്യാനുമാണ് ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്റെയും മറുപടി ആയിപ്പോയത് എന്ന് താങ്കളോട് പറയേണ്ടി വന്നത് സങ്കടമുണ്ട്. ഏതായാലും ഇനിയെങ്കിലും ഇത്തരം ചീത്ത മനസ്സ് മാറ്റിവെച്ച് എല്ലാവരോടും നല്ല സ്നേഹവും ബഹുമാനവുമുള്ള ഒരു മനസ്സ് താങ്കൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.